മറ്റുള്ളവരുടെ ഭർത്താക്കന്മാരെ അടിച്ചു മാറ്റുന്നത് ശരിയല്ല. അത് ഒരു കുടുംബജീവിതത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമാകും. പക്ഷേ സിനിമയിൽ അങ്ങനെ ഒരു വേർതിരിവൊന്നുമില്ല. മറ്റുള്ളവരുടെ ഭർത്താക്കന്മാരെ അടിച്ചു മാറ്റിയ പഴയ തലമുറയിലെയും പുതിയ തലമുറയിലെയും നടിമാരെക്കുറിച്ചാണ് സിനിമാ കേരള ഇന്ന് പറയുന്നത്. കെ ആർ വിജയ അടിച്ചു മാറ്റിയത് സുദർശനൻ വേലായുധൻ ചെട്ടിയാരെയാണ്. കെ ആർ വിജയയും സുദർശനൻ വേലായുധൻ നായരും തമ്മിൽ പ്രണയിക്കുമ്പോൾ അദ്ദേഹത്തിന് മറ്റൊരു ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. സമ്പന്നനായ സുദർശനൻ വേലായുധൻ ചെട്ടിയാരെ കെ ആർ വിജയ അടിച്ചു മാറ്റി എന്ന് തന്നെ പറയാം. സുദർശനൻ വേലായുധൻ ചെട്ടിയാർ മരിച്ചപ്പോൾ ആദ്യ ഭാര്യയുടെ പേരാണ് പ്രധാനമായും മാധ്യമങ്ങളിൽ വന്നത് എന്നതും ശ്രദ്ധേയം. ഇനി സുകുമാരിയാണ്. സുകുമാരി അടിച്ചു മാറ്റിയത് സംവിധായകൻ ഭീംസിംഗിനെയാണ്. സുകുമാരി ഭീംസിംഗിനെ വിവാഹം കഴിക്കുമ്പോൾ ഭീംസിംഗിന് ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. സുകുമാരി അതൊന്നും കാര്യമാക്കിയില്ല. അക്കാലത്ത് ദക്ഷിണേന്ത്യയിലെ സ്റ്റാർ സംവിധായകനായിരുന്നു, അല്ലെങ്കിൽ സൂപ്പർ ഹിറ്റ് സംവിധായകനായിരുന്നു ഭീംസിംഗ് എന്നതും ശ്രദ്ധേയം. മലയാളത്തിൽ രാഗം കണക്കുള്ള ചിത്രങ്ങൾ അദ്ദേഹം ഒരുക്കിയിട്ടുണ്ട്. ഇനി ജയഭാരതിയാണ്. ജയഭാരതി എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഹാരി പോത്തനെയാണ് അടിച്ചു മാറ്റിയത്. ഹാരി പോത്തന് ഭാര്യയും മക്കളും ഉണ്ടെങ്കിലും ജയഭാരതി വീക്ക്നെസ് ആയിരുന്നു. ഇരുവരും നിയമപരമായി വിവാഹം കഴിച്ചില്ലെങ്കിലും ലിവിങ് ടുഗദർ ബന്ധത്തിലായിരുന്നു. ഇരുവരും തമ്മിലുള്ള ലിവിങ് ടുഗദർ ബന്ധം അക്കാലത്ത് മാധ്യമങ്ങൾ ആഘോഷിച്ചിരുന്നു. പിന്നീട് ഹാരി പോത്തനെ ഉപേക്ഷിച്ച് ജയഭാരതി സത്താറിൻ്റെ ഭാര്യയായി മാറി. ഇനി തമിഴ് മലയാളം നടി രാധികയാണ്. രാധിക ശരത് കുമാറിനെയാണ് അടിച്ചു മാറ്റിയത്. ശരത് കുമാറിന് രാധികയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മറ്റൊരു വിവാഹബന്ധമുണ്ടായിരുന്നു. അതിലുള്ള മകളാണ് വരലക്ഷ്മി ശരത് കുമാർ. രാധികയ്ക്കും മറ്റൊരു വിവാഹബന്ധം ഉണ്ടായിരുന്നു. പ്രതാപ് പോത്തനെയാണ് രാധിക ആദ്യം വിവാഹം കഴിച്ചത്. ആ വിവാഹത്തിന് വലിയ ആയുസ്സൊന്നും ഇല്ലായിരുന്നു. പിന്നീട് രാധിക ശരത് കുമാറിനെ വിവാഹം കഴിക്കുകയായിരുന്നു. രാധികയും ശരത് കുമാറും ഇപ്പോൾ സീരിയൽ നിർമ്മാണ കമ്പനി നടത്തുകയാണ് തമിഴ്നാട്ടിൽ. ഇനി അമലയാണ്. അമല അടിച്ചു മാറ്റിയത് നാഗാർജുനെയാണ്. ഒരു കാലത്ത് തെലുങ്ക് സൂപ്പർ സ്റ്റാർ ആയിരുന്ന നാഗാർജുന അമലയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് നാഗാർജുനയ്ക്ക് ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും അമലയ്ക്ക് തടസ്സമായി മാറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊരു നടി വാണി വിശ്വനാഥാണ്. ബാബുരാജിനെയാണ് വാണി വിശ്വനാഥ് ഒരു എത്തിക്സും നോക്കാതെ വിവാഹം കഴിച്ചത്. ബാബുരാജിന് ഭാര്യയും 3 മക്കളും ഉണ്ടായിരുന്നു. വാണി വിശ്വനാഥിന് അതൊന്നും പ്രശ്നമല്ലായിരുന്നു. ബാബുരാജും വാണി വിശ്വനാഥും സന്തുഷ്ട ജീവിതം നയിക്കുമ്പോൾ ബാബുരാജിൻ്റെ പഴയ കഥകൾ മാധ്യമങ്ങൾ ഇപ്പോൾ ചികഞ്ഞെടുക്കാറില്ല, വാണി വിശ്വനാഥിൻ്റെ. ഇനി നയൻതാരയാണ്. നയൻതാര തകർത്തത് പ്രഭുദേവയുടെ കുടുംബത്തെയാണ്. പ്രഭുദേവ ആദ്യം കല്യാണം കഴിച്ചത് ലതയെയാണ്. പക്ഷേ നയൻതാരയുമായുള്ള പ്രണയം കൊടുമ്പിരി കൊണ്ടപ്പോൾ ഇരുവരും തമ്മിൽ ലിവിങ് ടുഗദർ ബന്ധം ആരംഭിച്ചപ്പോൾ പ്രഭുദേവ ലതയെ ഉപേക്ഷിച്ചു. അപ്പോൾ ലത ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. എന്തായാലും നയൻതാരയും പ്രഭുദേവയും തമ്മിലുള്ള ബന്ധവും അധികകാലം നീണ്ടു നിന്നില്ല. നയൻതാര പിന്നീട് വിഘ്നേഷ് ശിവനെ കല്യാണം കഴിച്ചു. ഇനി ബിന്ദു പണിക്കരാണ്. ബിന്ദു പണിക്കർ സായി കുമാറിൻ്റെ കുടുംബം തകർത്ത് അദ്ദേഹത്തെ വിവാഹം കഴിച്ചു. സായി കുമാറിൻ്റെ കുടുംബം അതോടെ തകർന്നു. സായി കുമാറും ബിന്ദു പണിക്കരും ഒരുമിച്ച് ജീവിക്കുന്നു. സായി കുമാറിൻ്റെ ഭാര്യ സായി കുമാർ ബിന്ദു പണിക്കരെ വിവാഹം കഴിക്കുമ്പോൾ രോഗിയായിരുന്നു. അതൊന്നും ഇരുവർക്കും പ്രശ്നമായി മാറിയില്ല. ഇനി ശ്രീദേവിയാണ്. ശ്രീദേവി വിവാഹം കഴിച്ചത് നിർമ്മാതാവായ ബോണി കപൂറിനെയാണ്. ബോണി കപൂറിൻ്റെ കുടുംബത്തെ തകർത്തുകൊണ്ടായിരുന്നു ശ്രീദേവിയുടെ വിവാഹം. ബോണി കപൂറിൻ്റെ ഫാമിലി ഇതിനോട് ശക്തമായി പ്രതികരിച്ചു. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ അനുജനായ അനിൽ കപൂറും കുടുംബവുമൊക്കെ ഈ വിവാഹബന്ധത്തെ എതിർത്തിരുന്നു. പക്ഷേ ശ്രീദേവിക്ക് അതൊന്നും പ്രശ്നമായി തോന്നിയില്ല. ഇനി കാവ്യ മാധവനാണ്. കാവ്യ മാധവൻ
എല്ലാവർക്കും അറിയുന്നത് പോലെ ദിലീപിനെയാണ് മഞ്ജു വാര്യരിൽ നിന്ന് അടർത്തിക്കൊണ്ടുപോയി വിവാഹം കഴിച്ചത്. ദിലീപും കാവ്യയും തമ്മിലുള്ള ബന്ധമാണ് മഞ്ജു വാര്യരും ദിലീപും തമ്മിലുള്ള ബന്ധത്തെ തകർത്തത്. അത് ഏവർക്കും അറിയാവുന്ന സത്യം. ഇവരുടെയൊക്കെ കഥകൾ പരിശോധിക്കുമ്പോൾ ഇവരൊക്കെ സിനിമയിൽ എന്ന പോലെ ജീവിതത്തിലും സെലിബ്രിറ്റികളാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിലെ താളപ്പിഴകൾ അല്ലെങ്കിൽ ജീവിതത്തിൽ ഇവർ ചെയ്ത കുറ്റങ്ങൾ പുറത്തു വരില്ല. KR വിജയനും സുകുമാരിയും ജയഭാരതിയും രാധികയും അമലയും വാണി വിശ്വനാഥും നയൻതാരയും ബിന്ദു പണിക്കരും ശ്രീദേവിയും കാവ്യയും ഒക്കെ മറ്റുള്ളവരുടെ ഭർത്താക്കന്മാരെ അടിച്ചെടുത്ത നടീനടന്മാർ തന്നെയാണ്.